സ്നേഹമുള്ളവരെ, 12-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ 12 ചെറുപ്പക്കാർ അസീസിയിൽ നിന്ന് റോമിലേക്ക് മാർപ്പാപ്പയെ കാണുവാനായിട്ട് യാത്ര തിരിക്കുകയാണ്. തങ്ങൾ സ്ഥാപിച്ച തങ്ങളുടെ സന്യാസ സഭയ്ക്ക് അംഗീകാരം കിട്ടുവാനായിട്ട് മാർപ്പാപ്പയെ കാണുവാനായിട്ട് റോമിലേക്ക് യാത്ര ആരംഭിച്ചു. ദീർഘനാളത്തെ യാത്രയ്ക്കും അലച്ചിലിനും ശേഷം അവർക്ക് മാർപ്പാപ്പയെ കാണുവാനായിട്ടുള്ള അനുവാദം ലഭിച്ചു. അവരുടെ ജടപിടിച്ച മുടികളും അഴുക്കുപുരണ്ട പാദങ്ങളും മുഷിഞ്ഞ വസ്ത്രവും കണ്ടപ്പോൾ മാർപ്പാപ്പ തൻ്റെ അധികാരത്തിൻ്റെ ധാർഷ്ട്യത്തിൽ നിന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേണം? കൂട്ടത്തെ ഏറ്റവും ചെറുപ്പക്കാരനായ വ്യക്തി എഴുന്നേറ്റ് മുട്ടുകുത്തി മാർപ്പാപ്പയുടെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, പിതാവേ, ഞങ്ങൾക്കൊന്നും വേണ്ട. ഈ പുസ്തകമനുസരിച്ച് ജീവിക്കാനായിട്ട് ഞങ്ങളെ അനുവദിക്കണം. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ, സുവിശേഷ മൂല്യങ്ങളെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് അനുകരിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ രണ്ടാം ക്രിസ്തു എന്ന് ലോകം വിളിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും ഒത്തിരിയേറെ വചനം വായിക്കുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വചനം പാലിക്കാനായിട്ട് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടു പോകാറുണ്ട്. നമുക്ക് രോഗം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോകും, ഡോക്ടറെ കാണും. എന്നാൽ ഡോക്ടർ നമുക്ക് കുറിച്ചു തരുന്ന മരുന്ന് നമ്മൾ കഴിച്ചാൽ മാത്രമേ നമ്മുടെ രോഗാവസ്ഥ മാറുകയുള്ളൂ. ഇതുപോലെ നാമൊക്കെ വചനം വായിക്കുന്നവരും വചനം കേൾക്കുന്നവരും മാത്രമാകാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വചനം പാലിക്കുന്നവരും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുമൊക്കെ ആകാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈ വിശുദ്ധൻ്റെ തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ വിശുദ്ധൻ നമുക്ക് കാണിച്ചു തന്ന നല്ല മാതൃകകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പിന്തുടരാം. അങ്ങനെ വചനം അനുസരിച്ച് ജീവിക്കുന്ന നല്ല വ്യക്തികളായിട്ട് നമുക്ക് മാറാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.